എല്ലാവർക്കും മിസ്റ്റർ ഷൈനിക്ക് സ്വാഗതം. ഇതൊരു നൊസ്റ്റാൾജിയ വീഡിയോ ആണ്. ഒരു 80s 90s കാലഘട്ടത്തിലുള്ളവർക്കാണ് ഒരു പക്ഷേ ഈ വീഡിയോ റിലേറ്റ് ആവത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ 2K കിഡ്സിന് ഈ വീഡിയോ ഒരു രീതിയിലും റിലേറ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ മുന്നിൽ മൊബൈൽ ഫോണുണ്ട്, എല്ലാ സാധ്യതകളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സൈറ്റുകളിൽ കയറി ഇഷ്ടമുള്ളത് കാണാവുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കാണാൻ പറ്റാണ്ട് ഞായറാഴ്ചകളിൽ മാത്രം മലയാള സിനിമ 4 മണിക്ക് കണ്ടുകൊണ്ടിരുന്ന തലമുറ ഉണ്ടായിരുന്നു. ചിത്രഹാര കാണുക, ചിത്രഗീതം കാണുക. അതായത് വെള്ളിയാഴ്ച 7:00 ചിത്രഗീതം കാണാൻ വേണ്ടി കുത്തിരിക്കാറുണ്ട്. ആ ചിത്രഗീതത്തില് 20 മിനിറ്റാണ് പാട്ട് കാണുന്നത്, ബാക്കി 10 മിനിറ്റ് പരസ്യമായിരിക്കും. അപ്പൊ 4 പാട്ട് കാണാൻ വേണ്ടി വെള്ളിയാഴ്ച 7:00 വന്നിരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് അനുഭവിച്ചത് മനസ്സിലാക്കി വന്നതാണ്. അപ്പൊ അന്ന് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. 9:00 ഹിന്ദി സിനിമ വരും, ഓംനശ്യ വരും, ജയഹനുമാൻ വരും. അങ്ങനെ ടി വിയിൽ കാണുന്ന എല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടില് ഞായറാഴ്ച ദിവസം 4 മണിയാകുമ്പോൾ ഒരു വീട്ടിലെ ടി വി ഉള്ളു അന്നേരം. അപ്പൊ ഒരു 10-30 വീട്ടുകാരെല്ലാം കൂടി ആ സമയമാകുമ്പോൾ എല്ലാ പണിയും ഒതുക്കി എല്ലാം തീർത്ത് 4 മണിക്കുള്ളിൽ എല്ലാവരും ഫ്രീ ആയിട്ട് ആ 4 മണിക്ക് വന്ന് സിനിമ കാണുകയും 4, 5, 6, 6 ആകുമ്പോൾ സിനിമ തിരികെയും എല്ലാവരും ഒത്തിരുന്ന് കാണും. അന്ന് ആരെങ്കിലും മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ഫോക്കസ് ആകും. സിനിമ കഴിഞ്ഞതിന് ശേഷം പരസ്യം വരുമ്പോൾ എല്ലാവരും പരസ്പരം സംസാരിക്കും. അതൊരു വളരെ എന്താ പറയുക, ഒരു ഇനി തിരിച്ചു കിട്ടില്ലാത്തൊരു കാലഘട്ടമാണ് അത്. അതൊരു പക്ഷേ ഒരു 88 ജനിച്ച എനിക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ 2000 ജനിച്ച കുട്ടികൾക്ക് അതൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലമായിരിക്കും. പക്ഷെ ഇതാണ് റിയാലിറ്റി. ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ സിനിമകൾ കാണാൻ വേണ്ടി ടി വി ആശ്രയിച്ചിരുന്നു. ദൂരദർശൻ, DD മലയാളം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് വിഷ്വലി നമുക്ക് കാണാനുള്ള ഓപ്ഷനുള്ളൂ. പിന്നെ ആകാശവാണി, പിന്നെ FM-കളൊക്കെ പിന്നെ കുറെ കഴിഞ്ഞ് പോരാൻ തുടങ്ങി. ഇതൊക്കെ നമുക്ക് വിഷ്വലി കാണാൻ ആഗ്രഹമുള്ളൂ. അപ്പൊ അങ്ങനെ വിഷ്വലി കാണേണ്ട കുറെ കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അപ്പൊ ആ പരിമിതിയിൽ ജീവിച്ചു പോകുമ്പോൾ മനുഷ്യന് എല്ലാ വികാരങ്ങളും ഉണ്ടല്ലോ. ആ വികാരങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാനും ഓരോ വഴികൾ മനുഷ്യന് ഓരോ കാലഘട്ടങ്ങൾ കണ്ടെത്തും. അപ്പൊ അന്ന് കണ്ടെത്തിയൊരു വഴിയായിരുന്നു കൊച്ചു പുസ്തകം. അതായത് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചു പുസ്തകങ്ങൾ തേടി പിടിക്കുക, കൊച്ചു പുസ്തകങ്ങൾ കൂട്ടമായിട്ട് വായിക്കുക, അങ്ങനെ കൊച്ചു പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോവുക. അങ്ങനെ കൊച്ചു പുസ്തകങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫയർ, മുത്തുച്ചിപ്പി, മുത്ത്, ക്രൈം എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കാര്യങ്ങളും അതെല്ലാം തീരെ ലോക്കൽ കൊച്ചു പുസ്തകം ഉണ്ടായിരുന്നു. ഇതിലിപ്പോ എടുത്തു പറയേണ്ട കേസാണ് ഫയർ. എനിക്ക് തോന്നുന്ന ഒരു 80s 90s കാലഘട്ടത്തിൽ ഫയർ എന്ന് പറയുന്ന മാസിക വായിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. എല്ലാവരും തന്നെ ഫയർ വായിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതായത് ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ല, നമ്മളെപ്പോലെ ലോക്കൽസ് ആയിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് കണ്ടെത്തി ക്രിക്കറ്റ് കളിച്ച് വളർന്നു വരുന്ന കുട്ടികളുടെ ഇടയ്ക്ക് ഈ ഫയർ വായിക്കുകയും ഫയറിലെ ഓരോ കഥകൾ വായിക്കുകയും ഫയർ വായിച്ചുകൊണ്ട് പല കാര്യം ചെയ്യുകയും ഓർത്തെടുത്ത് പല കാര്യം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അത് അന്ന് അതിന് സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ വായിച്ച് നടന്നൊരു കാലഘട്ടം. ഇന്ന് ഞാനത് ചുമ്മാ ചിന്തിച്ചപ്പോൾ ശരിയാണല്ലോ, ഈ ഫയർ പോലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ വേറെ കൊച്ചു പുസ്തകങ്ങൾ പോട്ടെ, ഇനി കുളിസിയും പോലും ഒരു കണ്ടുവരുന്ന ഒരു കാലഘട്ടം. കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തപ്പോൾ നമ്മുടെ ഒരു പ്രായത്തിന്റെ ഒരു സമയത്ത് കൗമാര കാലഘട്ടങ്ങളിലൊക്കെ ചിലതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഭയങ്കര ആഗ്രഹിക്കും. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് ഇല്ലാത്തപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വഴികളാണ് കൊച്ചു പുസ്തകങ്ങളും ചെറിയ ചെറിയ കുളിസിയും പരിപാടിയൊക്കെ കാണലൊക്കെ അന്ന് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും. ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിലുള്ള എല്ലാവർക്കും തന്നെ ആ തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ചിലതൊക്കെ നടന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഫയറൊക്കെ വായിച്ച് ഇമാജിനേഷനിൽ പല കാലം കണ്ടെത്തി അങ്ങനെ സെക്സ് എന്ന് പറയുന്ന സംഭവത്തെ തിരിച്ചറിഞ്ഞ് അതിലൂടെ പല കാര്യം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കാലഘട്ടം മാറി ഷക്കീല തരംഗം വന്നു. ഷക്കീല സിനിമകൾ വളരെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ ഷക്കീല സിനിമകൾ കാണാൻ വേണ്ടി അടുത്തൊരു എഫേർട്ട് ഒക്കെ പലതാണ്. ഇതിന്റെയൊക്കെ ഒരു കാസറ്റ് ഒക്കെ വന്ന സമയത്ത് ഈ കാസറ്റ് കാണണമെങ്കിൽ പോലും നമ്മുടെ വീട്ടില് കാസറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ ഒരാളെ നിർത്തണം. പിന്നെ എല്ലാ സൈഡിലും ആൾക്കാരെ നിർത്തിട്ട് കുറച്ച് ഗ്യാങ് കാണും. അവരിറങ്ങി കഴിയുമ്പോൾ അടുത്ത ഗ്യാങ് കാണും. കാരണം ഇത് വലിയൊരു പാതകമായിട്ട് വലിയൊരു കുറ്റമായിട്ടാണ് ആ കാലത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ കോമഡി ആയിട്ട് തോന്നുന്ന പല കാലമുണ്ട്. ഇന്ന് നമുക്ക് എവിടെ ഇരുന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ വെച്ച് എന്ത് തരം കാഴ്ചകളും കാണാൻ പറ്റുന്ന അവസ്ഥയിൽ അന്നൊക്കെ ചെറിയൊരു തുണ്ടുപടം കാണാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെയാണ്. പക്ഷെ അതൊക്കെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരാൾ ഫയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ഇട്ട് ഫയർ മേടിക്കും. 10 പേര് ഷെയർ ഇട്ട് ഫയർ മേടിച്ചാൽ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കും. ആദ്യം ഇപ്പൊ ഞാൻ വായിച്ച അടുത്ത എന്റെ കൂട്ടര് അങ്ങനെ കറങ്ങി അത് തീരുമ്പോൾ തന്നെ അടുത്ത ഫയർ വരും. ഇങ്ങനെയായിരുന്നു അത് സിസ്റ്റം. ഒരു ഫയർ ഇങ്ങനെ ചുറ്റി പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ ഒരു കാലം ഓർത്തിരിക്കാനും ഓർമ്മിക്കാനും ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, നമ്മുടെ മെമ്മറീസ് ഓർമ്മകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഓർമ്മകളിൽ നല്ല ഓർമ്മകളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഫയർ വായിക്കുകയും കൂട്ടുചേർന്ന് ഗ്രൂപ്പായിട്ട് ഷെയർ ഇട്ട് ഫയർ മേടിച്ച് വായിക്കുകയും കൊച്ചു പുസ്തകം വായിക്കുകയും അല്ലെങ്കിൽ ഒരു ഷക്കീലപ്പടം കാണാൻ വേണ്ടി പലരെയും പല സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ഷക്കീലപ്പടം കാണേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ടെക്നോളജി വെച്ചുകൊണ്ട് നമ്മൾ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം സുലഭമായി കിട്ടി. പക്ഷെ ഇന്നും ഒരു കോമഡി ആയിട്ടുണ്ടെങ്കിൽ ഇന്നും യസ്മ പോലത്തുള്ള OTT പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. കുറേശ്ശെ കാണിച്ച് മനുഷ്യനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് വീണ്ടും വരുന്നു. അത് കാണാൻ റിട്ടേൺ ഓഡിയൻസ് വരുന്നുണ്ട്. കാരണം നമ്മളെ ടെക്നോളജി ഒന്ന് എക്സ്ട്രീം ലെവലിൽ എല്ലാം കാണാവുന്ന ഒരു അവസ്ഥ വന്നാൽ പോലും അതൊക്കെ ഒരു സമയം മടുക്കും. വീണ്ടും നമ്മൾ റിട്ടേൺ വരും. നമ്മൾ കുറേശ്ശെ കണ്ട് ആസ്വദിക്കുന്ന ലെവലിലേക്ക് വരും. ഇപ്പൊ അങ്ങനെ കുറെ OTT പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നുണ്ട്.
അപ്പൊ ഞാൻ ചുമ്മാ ഇരുന്നപ്പോ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൊച്ചു പുസ്തകങ്ങളും അല്ലെങ്കിൽ കൂട്ടായിട്ട് നിന്നുള്ള സിനിമ കാഴ്ചകളും പിന്നെ ഈ ഫയർ പോലുള്ള പുസ്തകങ്ങളൊക്കെ ഷെയർ ഇട്ട് വാങ്ങി ഇങ്ങനെ മാറി മാറി വായിക്കുന്ന അവസ്ഥകളും അതൊക്കെ ചുമ്മാ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ കമന്റ് ബോക്സ് ഷെയർ ചെയ്യാം. അതല്ല എന്നെ തെറി വിളിക്കണമെങ്കിൽ തെറിയും വിളിക്കാം, നോ പ്രോബ്ലം. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ഇട്ട് വരെ